എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് തുമ്പുരുവും നാരദനും. വിഷ്ണുലോകത്തിൽ ഉത്തമന്മാരായ ഭക്തന്മാർക്ക് വേണ്ടി ഉത്സവം കൊണ്ടാടുകയായിരുന്നു. സംഗീതജ്ഞകളായ 1000 ദാസിമാരോടൊപ്പം മഹാലക്ഷ്മി സഭയിലേക്ക് വന്നു. ബ്രഹ്മാവും ദേവന്മാരും മഹാമുനിമാരും സഭാമണ്ഡപത്തിനുള്ളിലേക്ക് തിരക്കിക്കടക്കാൻ ഭാവിച്ചപ്പോൾ ലക്ഷ്മി ദേവിയുടെ ദാസിമാരിൽ പ്രധാനിയായ ഒരു സ്ത്രീ ചൂരൽ വീശി അവരെയെല്ലാം പുറത്തേക്ക് ഓടിച്ചു. ദേവന്മാർക്കും മുനിമാർക്കും കുണ്ഠിതവും കോപവുമുണ്ടായി. എന്തു വേണമെന്നറിയാതെ അവർ നിൽക്കുമ്പോൾ വിഷ്ണു തുമ്പുരുവിനെ വിളിച്ച് അടുത്തു തന്നെ പീഠം കൊടുത്തിരുത്തി പാടാൻ അപേക്ഷിച്ചു. തുമ്പുരു കളമധുരമായി പാടി വിഷ്ണുവിൻ്റെ പ്രസാദമായി കിട്ടിയ പട്ടുവസ്ത്രങ്ങളും രത്നാഭരണങ്ങളും വാങ്ങി തിരിച്ചുപോയി. ആട്ടി ഓടിക്കപ്പെട്ട മുനിമാരുടെ കൂട്ടത്തിൽ നാരദനുമുണ്ടായിരുന്നു. അദ്ദേഹം കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തല താഴ്ത്തി നിന്നു. ഇടയ്ക്കൊന്ന് തലപൊക്കി നോക്കിയപ്പോൾ തന്നെ ആട്ടിപ്പുറത്താക്കിയ ലക്ഷ്മി ദേവിയുടെ മല പോലെ തടിച്ചുയർന്ന ദാസിയെ കണ്ടു. മുനിക്ക് കോപം വന്നു. അദ്ദേഹം ശപിച്ചു. ലക്ഷ്മി ഭഗവതി രാക്ഷസിയെ പോലെയല്ലേ ഞങ്ങളോടൊക്കെ പെരുമാറിയത്? അതുകൊണ്ട് ദേവി ഭൂമിയിൽ രാക്ഷസിയുടെ ഗർഭത്തിൽ ജനിക്കട്ടെ. എന്നെ ദാസിമാർ പുറന്തള്ളിയതുപോലെ ദേവിയെ ആ രാക്ഷസി പുറന്തള്ളട്ടെ. നാരദൻ്റെ ശാപം കേട്ട് ലോകരെല്ലാം നിലവിളിച്ചു തുടങ്ങി. നാരദന് പശ്ചാത്താപമായി. അദ്ദേഹം വിചാരിച്ചു, അയ്യോ, ഞാൻ എന്താണ് ചെയ്തത്? ഭഗവാന്റെ അടുത്ത് ചെല്ലാൻ തുമ്പുരുവിന് സാധിച്ചു. എന്നെ ആകട്ടെ ദാസിമാർ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ പ്രീതി നേടാൻ തുമ്പുരു ചെയ്ത പുണ്യകർമ്മം എന്താണാവോ? അപ്പോഴേക്കും വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും നാരദൻ നിൽക്കുന്നിടത്തേക്ക് വന്നു. ലക്ഷ്മി ദേവി നാരദനോട് പറഞ്ഞു, അങ്ങ് എന്നെ ശപിച്ചത് അതുപോലെ തന്നെ സംഭവിക്കും. എന്നാൽ ഒരു പ്രാർത്ഥനയുണ്ട്. കുടത്തിൽ നിറച്ചു വെച്ച മുനിരക്തം കുടിക്കുന്ന രാക്ഷസിയുടെ ഗർഭത്തിൽ എനിക്ക് ജനിക്കണം. നാരദൻ അങ്ങനെ അനുഗ്രഹിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, തുമ്പുരു സംഗീതജ്ഞനായ മഹാഭക്തനാണ്. പാട്ടുപാടി സ്തുതിക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടം. അങ്ങും നന്നായി പാടി സ്തുതിച്ചാൽ എൻ്റെ അടുത്തിരിക്കാൻ കഴിയും. മാനസോത്തര പർവ്വതത്തിൽ ഒരു മൂങ്ങയുണ്ട്. ഗാനബന്ധു എന്നാണ് അവൻ്റെ പേര്. അങ്ങ് അവൻ്റെ അടുത്ത് പോയി പാട്ട് പഠിച്ചിട്ട് വരൂ. നാരദൻ മാനസോത്തര പർവ്വതത്തിലേക്ക് ചെന്നു. മൂങ്ങയുടെ ചുറ്റും യക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും ഇരിക്കുന്നത് കണ്ട് മുനി അത്ഭുതപ്പെട്ടുപോയി. മുനിയുടെ അപേക്ഷ പ്രകാരം മൂങ്ങ പാട്ട് പഠിപ്പിക്കാമെന്ന് സമ്മതിച്ച് ഉപദേശിച്ചു. പാടുമ്പോൾ ലജ്ജയരുത്, കുണ്ഠിതമരുത്, ദേഹം മൂടി പുതച്ചിരിക്കരുത്, കൈകൾ ഉയർത്തുകയോ ഇളക്കുകയോ ചെയ്യരുത്, വാ പിളർക്കരുത്, നാവ് നീട്ടരുത്, സ്വന്തം ദേഹം നോക്കരുത്, മറ്റുള്ളവരെ നോക്കാതിരിക്കരുത്, മേൽപോട്ട് നോക്കരുത്. ചിരി, പേടി, വിശപ്പ്, ദാഹം, തണുപ്പ്, ദുഃഖം, മറ്റു വിചാരങ്ങൾ ഇവയൊന്നും തന്നെ പാടുന്ന സമയത്ത് ഉണ്ടാവരുത്. ഒറ്റക്കൈ കൊണ്ട് താളം പിടിക്കരുത്. ഇരുട്ടത്തിരുന്ന് പാടരുത്. മൂങ്ങ നാരദ മുനിയെ 1000 കൊല്ലം പാട്ട് പഠിപ്പിച്ചു. മുനി പാടുന്നതിലും വീണ വായിക്കുന്നതിലും നല്ല അറിവ് നേടി. ഗുരുദക്ഷിണയായി ഏത് കാലത്ത് നിലനിൽക്കുന്ന കീർത്തി ഉണ്ടാവാൻ അനുഗ്രഹിച്ച് നാരദൻ തുമ്പുരുവിനെ തോൽപ്പിക്കാനുള്ള ആഗ്രഹത്തോടെ തുമ്പുരുവിൻ്റെ ഭവനത്തിനടുത്തേക്ക് പോയി. തുമ്പുരുവിൻ്റെ പടിക്കൽ കൈയും കാലും വിരലും മൂക്കും ചെവിയും അറ്റുപോയ കുറേയേറെ സ്ത്രീ പുരുഷന്മാർ കിടക്കുന്നത് കണ്ട് നാരദമുനി അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എങ്ങനെയാണ് ഇത്തരത്തിൽ മുറിവുകൾ പറ്റിയത്? അവർ ഉത്തരം പറഞ്ഞു, ഞങ്ങൾ സംഗീതത്തിലെ രാഗങ്ങളാണ്. നാരദമുനി പാടുമ്പോൾ ഞങ്ങളുടെ അംഗങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നു. തുമ്പുരു പാടിയാൽ അവയെല്ലാം കൂടിച്ചേർന്ന് സുഖപ്പെടും. ഞങ്ങളിവിടെ മഹാനായ തുമ്പുരുവിനെ കാത്തു കിടക്കുകയാണ്. നാരദന് ലജ്ജ തോന്നി. അദ്ദേഹം വിഷ്ണുവിനെ സമീപിച്ച് വിവരമറിയിച്ചു. അപ്പോൾ വിഷ്ണു സമാധാനിപ്പിച്ചു, അങ്ങ് നന്നായി പാടുമെങ്കിലും തുമ്പുരുവിനോട് കിടപിടിക്കാറായിട്ടില്ല. ദ്വാപരയുഗത്തിൽ ഞാൻ യദുകുലത്തിൽ വസുദേവൻ്റെയും ദേവകിയുടെയും മകനായി ജനിക്കും. അപ്പോൾ അങ്ങ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഉചിതമായത് ചെയ്യാം. നാരദൻ വൈകുണ്ഠത്തിൽ നിന്ന് മടങ്ങി. ഹാഹ, ഹുഹു എന്നീ ഗന്ധർവന്മാരുടെ അടുത്ത് കുറേ കാലം പാട്ട് പഠിച്ചു. താൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വീണ്ടും തുമ്പുരുവിൻ്റെ ഭവനത്തിൽ ചെന്നു. അവിടെ ആരും അദ്ദേഹത്തെ ആദരിച്ചില്ല. ഈ ഹൂഹു എന്ന ഗന്ധർവനാണ് ഗജേന്ദ്രമോക്ഷം കഥയിൽ മുതലയായി ആനയുടെ കാലിൽ കടിച്ചുകൊണ്ട് ശാപമോക്ഷം കാത്തുകിടന്നതും ഭഗവാൻ ചക്രായുധം കൊണ്ട്, അതായത്
സുദർശന ചക്രം കൊണ്ട് മുതലയുടെ കഴുത്തറുത്തപ്പോൾ ശാപമോക്ഷം നേടിയത്. അത് ഈ ഹുഹു എന്ന ഗന്ധർവനാണ്. അങ്ങനെ നാരദൻ തുമ്പുരുവിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ ചെറിയ ഗന്ധർവ ബാലികമാർ പോലും സ്വരം പാടുന്നത് കേട്ട് അത്ഭുതവും ലജ്ജയും തോന്നി. നാരദൻ അവിടെ നിന്ന് പോയി. ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ ജനിച്ചപ്പോൾ നാരദമുനി ദ്വാരകയിൽ ചെന്ന് കണ്ട് പണ്ട് പറഞ്ഞത് ഓർമ്മിപ്പിച്ചു. കൃഷ്ണൻ നാരദനെ ജാംബവതിയുടെയും സത്യഭാമയുടെയും അടുത്ത് പാട്ട് പഠിക്കാൻ അയച്ചു. പിന്നെ രുക്മിണിയുടെ ദാസിമാരും രുക്മിണി തന്നെയും മുനിയെ പഠിപ്പിച്ചു. എന്നിട്ട് മുനിക്ക് യഥാർത്ഥത്തിലുള്ള സ്വരജ്ഞാനമുണ്ടായില്ല. അവസാനം ഭഗവാൻ കൃഷ്ണൻ തന്നെ മുനിയെ പഠിപ്പിച്ചു തുടങ്ങി. ക്രമേണ മുനിക്ക് ഗാനയോഗം ഹൃദിസ്ഥമായി തീർന്നു. അതോടെ ബ്രഹ്മാനന്ദ പരവശനായ മുനിക്ക് തുമ്പുരുവിനോടുള്ള അസൂയ നീങ്ങിപ്പോവുകയും ചെയ്തു. വിഷ്ണു ഭഗവാൻ തുമ്പുരുവിന് തുല്യമായ സ്ഥാനം നാരദ മഹർഷിക്കും കൊടുത്ത് തൻ്റെ അടുത്തിരുത്തി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മൾ പലരും കേട്ടിട്ടില്ലാത്ത കഥകൾ പുരാണങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത ചെറുകഥകളായി തിരിച്ചാണ് വീഡിയോയിൽ ചെയ്യുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.